മൈക്രോസോഫ്റ്റ് വേർഡിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ നമ്മുടെ ഒരു പേജ് വൈറ്റ് കളറാണ്, ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബ്ലാക്ക് കളറിലാണ്. അപ്പൊ ഞാൻ വിചാരിച്ച ആ പേജിന് കുറച്ച് കളർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും നമുക്കത് കാണാനേ. അപ്പൊ ഞാൻ വിചാരിച്ചാൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും കാണാൻ സാധിക്കുമല്ലോ എന്ന്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു മൈക്രോസോഫ്റ്റ് വേർഡിൽ നമ്മൾ ഡോക്യുമെന്റ് ഒക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ പേജിന്റെ കളർ ചേഞ്ച് ചെയ്യുന്ന നോക്കാം. അതിനുവേണ്ടിയുള്ള ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം ഡിസൈൻ എന്ന് പറയുന്ന ടാബിലാണ്. അപ്പൊ നേരെ ഡിസൈൻ എന്ന് പറയുന്ന ടാബിലോട്ട് മൗസ് കൊണ്ടുവെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡിസൈൻ എന്ന് പറയുന്ന ടാബിലെ സബ് ഗ്രൂപ്പുകൾ താഴെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതില് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അറ്റത്ത് നമുക്ക് പേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് 3 ഓപ്ഷൻസ് കാണാം: വാട്ടർമാർക്ക്, പേജ് കളർ, പേജ് ബോർഡർ. അപ്പം വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് പേജ് കളർ ആണ് ചെയ്യേണ്ടത്. സോ ഇവിടെ പേജ് കളർ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. ഇതിന്റെ മുകളിലോട്ടൊന്ന് എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക, എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പേജ് ഇങ്ങനെ വിസിബിൾ ആയിട്ട് വരും. അപ്പൊ ഇതില് ഓരോ കളറിലും നമ്മളിങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ തന്നെ നമുക്കൊരു ലൈവ് പ്രിവ്യൂ കാണാം. അതായത് നമ്മൾ ആ ഒരു കളർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജ് എങ്ങനെ ഇരിക്കും എന്നുള്ള ലൈവ് പ്രിവ്യൂ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ ഓരോ കളറിലും കൊണ്ടുവച്ച് നോക്കുക, എന്നിട്ട് നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് ആ കളർ ചൂസ് ചെയ്യാനായിട്ട്, ഇപ്പൊ നമുക്ക് ബ്ലൂ ആണ് വേണ്ടതെങ്കിൽ ആ ബ്ലൂ എന്ന് പറയുന്ന കളറിലോട്ട് മൗസ് വെക്കുക, എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുന്ന ഉടനെ ആ ഒരു പേജിൽ ആ കളർ അപ്ലൈ ആകും. അപ്പൊ കുറച്ചുകൂടെ നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പേജിന്റെ കളർ